കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സർവ്വസേവാ സംഘിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. ജാർഖണ്ഡ്, അസം, ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളാണ് ഇവരിൽ ഏറെ പേരും. ഇവരെ ഏകീകരിച്ച് ആത്മീയമായും ഭൗതികമായും അവരെ വളർത്തുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. പ്രവാസികളെയും അഭയാർത്ഥികളെയും ചേർത്ത് പിടിക്കണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനമാണ് ഈ വേറിട്ട മുന്നേറ്റത്തിന് വഴിയൊരുക്കിയതെന്ന് സർവ്വസേവാ സംഘ് ഡയറക്ടർ ഫാദർ ബാബു കാക്കാനിയിൽ പറഞ്ഞു. മറ്റാരും അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ഈ വഴികളിലേക്ക് തിരിയാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നു. ഞാൻ +2 കഴിഞ്ഞ് PDC കഴിഞ്ഞ് സെമിനാരി ചേർന്ന വേളയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് എൻ്റെ മുൻപിൽ വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒട്ടും രൂപരേഖ എനിക്കില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ചൈതന്യമാണ് പാവങ്ങളോടും പാവപ്പെട്ടവരോടുമൊക്കെ ഒരു പ്രത്യേക താല്പര്യവും ആഭിമുഖ്യവും ഉണ്ടായിരിക്കണമെന്ന് എന്നുള്ളത്. പൗരോഹിത്യ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ വെറും 10 വർഷം മാത്രമേ എടുത്തുള്ളൂ വൈദികനായിട്ട് പട്ടം സ്വീകരിക്കാനായിട്ട്. ഞാൻ ആന്ധ്രാപ്രദേശിൽ ഒരു വർഷം തികച്ചും അക്രൈസ്തവരായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു ചെറിയ ലൈബ്രറി എല്ലാ മതസ്ഥർക്കും വേണ്ടി നടത്തുകയായിരുന്നു. അതിനുശേഷം തുടർന്നുള്ള 10 വർഷം ഞാനിവിടെ ഈ സെമിനാരിയിലായിരുന്നു. വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്തു. ഒരു വചനദീപ്തി എന്ന് പറഞ്ഞ മാസികയുടെ എഡിറ്ററായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചു. അത് ഞാനും ഭാഗ്യസ്മരണാർഹനായ നെല്ലൂരച്ചനും ചേർന്ന് ആരംഭിച്ച ഒരു മാസികയായിരുന്നു. 5 വർഷം ഞാൻ കടുത്തുരുത്തിയിലെ ധ്യാന കേന്ദ്രത്തിൽ ഈ 15 വർഷത്തെ ജീവിതത്തിന് ശേഷം എന്നെ സഭാ അധികാരികൾ നയിച്ചത് വളരെ വ്യത്യസ്തമായ പൂനായിലെ തെരുവുകളിലേക്കാണ്. പൂന റെയിൽവേ സ്റ്റേഷനിലേക്കും പൂനായിലെ ചുവന്ന തെരുവുകളിലേക്കും പൂന സിറ്റിയുടെ എല്ലാ വിജന പ്രദേശങ്ങളിലേക്കുമാണ്. അസാധാരണമായ ഒരവസരം പാവങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ട്, പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് സത്യത്തിൽ പൂനായിൽ എനിക്ക് ലഭിച്ചു. അവിടെ ഞാൻ പ്രവർത്തിച്ചിരുന്നത് തെരുവ് കുഞ്ഞുങ്ങൾ, എയ്ഡ്സ് ബാധിതരായ കുഞ്ഞുങ്ങൾ, എയ്ഡ്സ് രോഗബാധിതരായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, വേശ്യാവൃത്തിയിലുള്ള സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾ, ഇവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി SVD എന്നറിയപ്പെടുന്ന ദൈവവചന സഭ നടത്തിക്കൊണ്ടിരുന്ന വലിയൊരു പ്രസ്ഥാനമാണിത്. പൂനായിൽ 9 വർഷത്തെ ജീവിതത്തിന് ശേഷം ഞാൻ പുതിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊട്ടും ഭീതിയില്ലായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിലധികമായിട്ട് ഇപ്പം ഞാൻ ഈ അതിഥി തൊഴിലാളികളെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. तूने मुझे चुन लिया है, अपना बना लिया है। ഞാൻ പൂനായിൽ നിന്ന് സത്യത്തിൽ കേരളത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ സഭാധികാരികളിൽ ഏൽപ്പിച്ചിരുന്ന വലിയൊരു നിയോഗം മറ്റുള്ളവർ ചെയ്യാത്ത എന്നാൽ കേരള സമൂഹം ആഗ്രഹിക്കുന്ന പുതിയൊരു പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ആർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നോ എന്ത് പ്രവർത്തനം ചെയ്യണോ എന്നതിനെക്കുറിച്ചോ ഒട്ടും വ്യക്തമായ ഗ്രാഹ്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് ഒത്തിരി പേരോട് സംസാരിച്ച് സഭാധികാരികളോട്, മെത്രാന്മാരോട്, വൈദികരോട്, സമർപ്പിത സഹോദരരോട് ഒക്കെ ഒത്തിരി അന്വേഷിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വലിയ സൈസബിൾ വിഭാഗമായിട്ട് എനിക്ക് തോന്നിയതാണ് ഈ അതിഥി തൊഴിലാളികൾ. നമ്മുടെ കണക്ക് അനുസരിച്ച്, ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പോലും 25-നും 40-നും ഇടയ്ക്ക് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ കൂടാതെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് കേരളത്തിന് യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നിരുന്നാലും കേരള സമൂഹം ആദരവോടെയോ സ്നേഹത്തോടെയോ ഒന്നും അല്ല ഇവരോട് പ്രതികരിച്ചിരുന്നത്.
എന്തുകൊണ്ട് അല്പം ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇവരുടെ കൂടെ പ്രവർത്തിച്ചു കൂടാ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആരംഭം എന്നവണ്ണം ഞാൻ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു, ഇവർ പണിയെടുക്കുന്ന മേഖലകളിലേക്ക് ഞാൻ കടന്നു ചെന്നു, കാണുന്ന എല്ലാ മനുഷ്യരുമായിട്ട് പരിചയപ്പെട്ടു, അവരുടെ പേരുകൾ ചോദിച്ചു, എവിടുന്നാണെന്ന് ചോദിച്ചു, അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനൊക്കെ പരിശ്രമിച്ചു. എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ആശയം മനസ്സിൽ ഉരുത്തിരിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഭാധികാരികളായിട്ട് സംസാരിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങളെ ഇവരുടെ ഇടയിൽ ഞാൻ 2017 പ്രവർത്തനം ആരംഭിച്ചു, 17 നവംബറിൽ. എന്നിരുന്നാലും ഒരു ഓഫീസ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചത് 2019 2019 ഒക്ടോബർ മാസത്തിൽ അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന റിച്ചാർഡ് മത്യാസച്ചനാണ് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത്. എന്താണ് സർവ്വസേവാ സംഘ് ചെയ്യാൻ പരിശ്രമിക്കുന്നത്? സുവിശേഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശം ഇവരുടെ പക്കലെത്തിക്കുക. ഇവിടെ ഒരു വശത്ത് ഇവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ കുറവുകൾ, ഇവരുടെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ മീറ്റിങ്ങുകൾ നടത്തി. പിന്നെ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് ലേബർ ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ഒക്കെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒരുപക്ഷെ എങ്ങനെയാണ് ഗവൺമെൻറ്റിനോട് ഒത്തുചേർന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുടെ മാർഗദർശനത്തിലും അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നെ വളരെയധികം സ്പർശിച്ച ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുപ്പീരിയർ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പെങ്ങളെ കാണാനായിട്ട് അടിമാലിയിലേക്ക് പോയതായിരുന്നു. ഞാൻ അടിമാലിയിലായിരിക്കെ ഏതാണ്ട് 3 മണിയായപ്പോൾ എനിക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു ഫോൺ വന്നു. FCC സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലുള്ള ഒരു കുട്ടിയുടെ കൊച്ച് വല്യമ്മയുടെ കൂടെ ആക്കിയിട്ട് പോകുന്ന കൊച്ചാണ്. ആ കൊച്ച് വെള്ളത്തിൽ പോയി മരിച്ചു എന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നറിയാതെ, കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞപ്പോൾ അവരിലൊരു പെൺകുട്ടി, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ബാബുവച്ചനെ വിളിച്ച് നോക്കാം, ബാബുവച്ചനെ വിളിച്ചാൽ ഒരുപക്ഷെ ബാബുവച്ചൻ എന്തെങ്കിലും ചെയ്തേക്കും, എന്തെങ്കിലും സഹായിച്ചേക്കും എന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ മറ്റേ അച്ഛനെ കൂട്ടി വന്നു. എന്നിട്ട് ഞാൻ അവളോട് സംസാരിച്ചു, ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. അവളുടെ ആഗ്രഹം എന്താ, അവൾ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കൊച്ചിൻ്റെ ബോഡി അവരെത്തുന്ന സമയം വരെ കാത്തു സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ഒക്കെ സംസാരിച്ചിട്ട് അവർ ഐസൊക്കെ വെച്ച് ബോഡി സംരക്ഷിക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാനും സിസ്റ്റേഴ്സും ഈ കൊച്ചുമായിട്ട് രാവിലെ 3 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് രാവിലെ 7 മണിക്ക് ഫ്ലൈറ്റ് കയറ്റി അവളെ ജാർഖണ്ഡിന് വിട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും ലഭിച്ച ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഹൈറേഞ്ചിൽ കുർബാനയ്ക്ക് പോയപ്പോൾ മയിലാടുംപാറയിൽ കുർബാനയ്ക്ക് ചെന്നപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വയറ്റിൽ അപ്പടി വേദനയാണ് എന്നും പറഞ്ഞ് എൻ്റെ പക്കലെത്തി. ഞാൻ ആ കുട്ടിയോട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക, കണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ്, അപ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷം അവൾ എന്നെ ഫോൺ വിളിച്ചിട്ട് അവൾ ചെയ്ത അൾട്രാസൗണ്ട് സ്കാൻ്റെ റിപ്പോർട്ട് അയച്ചു തന്നു. അവളുടെ ലിവറിന്, അവളുടെ സ്പ്ലീനിന്, 1 വർഷത്തെ ഓവറിക്കൊക്കെ ഗൗരവമായ രീതിയിൽ രോഗം ബാധിച്ചിരുന്നു. അത് അറിഞ്ഞ മാത്രയിൽ ഈ കൊച്ച് എനിക്ക് റിപ്പോർട്ട് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ മാർസ്ലിവായിലെ ഡോക്ടേഴ്സിനെ വിളിച്ചത് കാണിച്ചു. എനിക്കറിയാവുന്ന 2 ഡോക്ടേഴ്സ് ചെത്തിപ്പുഴയിലും ചോദിച്ചു. അപ്പോഴവർ പെട്ടെന്ന് തന്നെ CT സ്കാൻ, കോൺട്രാസ്റ്റ് CT എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിനോട് രാത്രി തന്നെ അവിടുന്ന് വണ്ടി കയറാൻ പറഞ്ഞു. രാവിലെ വന്ന് ഫാസ്റ്റിംഗ് ആയിട്ട് വന്ന് കോൺട്രാസ്റ്റ് CT എടുത്തപ്പോൾ ഒരു വേം കാരണം അവളുടെ ലിവറിൻ്റെ നല്ലൊരു ശതമാനം ഭാഗം, സ്പ്ലീൻ്റെ ഒരു ഭാഗം
ഒരു വശത്ത് ഓവറിയൊക്കെ അഫക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഡോക്ടർ 10 ദിവസത്തിനകം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുള്ള റിസോഴ്സസ് എൻ്റെ പക്കലില്ലായിരുന്നു, എൻ്റെ കയ്യിൽ മൂലധനമായിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൽ ശരണപ്പെട്ട് ഞാൻ അവളെ ആശുപത്രിയിൽ ഓപ്പറേഷന് അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷന് ശേഷം അവൾ കോൺഷ്യസ് ആവില്ല, വെൻറ്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവളുടെ നില സത്യത്തിൽ വളരെ പെട്ടെന്ന് മെച്ചപ്പെട്ടു. ഇത് സത്യത്തിൽ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകാരമായിട്ടല്ല ഞാനിത് പറയുന്നത്, മറിച്ച് ഇതിലൂടെയൊക്കെ എനിക്ക് ലഭിക്കുന്ന അസാധാരണമായ കൃപ, എനിക്ക് ലഭിക്കുന്ന അസാധാരണമായ കരുത്ത്, ഇതാണ് ഞാൻ പറഞ്ഞത്. എവിടെയൊക്കെ ഒരു മനുഷ്യന്, വേദനിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അപാരമായ കരുതലും കൃപയും തീർച്ചയായിട്ടും നമ്മുടെ മേലുണ്ടാകും. ഇത് ഇവിടുത്തെ ഒരു ഗായക സംഘമാണ്. പലരുണ്ട് പാട്ട് പാടുന്നത്, പക്ഷേ ഇന്ന് പാട്ട് പാടിയ ഇവരാണ്. ലൂയിസ്, മൈക്കിൾ, ലൂയിസ്, ജോളൻ, മഹിമ, അഞ്ജലി, മോണിക്ക, റോസ്ലി, അനു. സത്യത്തിൽ ഇവിടെ ഒരു ഗായക സംഘം ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഇവരെ ഒരുമിച്ച് കൂട്ടുന്ന അല്ലാതെ വേറെ അതിന് ചിലവൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സാധനവും ഈ മെഷീനും ഇതെല്ലാം സത്യത്തിൽ ഇവർ സ്വന്തം പൈസ കൊണ്ടും അല്ലെങ്കിൽ 3-4 പേര് ഒരുമിച്ച് ചേർന്നും വാങ്ങിയിട്ടുള്ളതാണ്. അതുതന്നെ ഇവരിത് വളരെ കാര്യമായിട്ട് ആസ്വദിക്കുന്ന, അവരുടെ പാട്ടിൻ്റെ ആ രീതി കണ്ടാലറിയാം ഇവർ ഈ പാട്ട് വളരെ കാര്യമായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഒത്തിരി തീഷ്ണമതികളാണ്. അസാധാരണമായിട്ടുള്ള പള്ളി വരാനുള്ള ദിവസം അവർ നോക്കിയിരിക്കുന്ന, ഓക്കെ ഇനി അടുത്ത മാസം ഇത്രാം തീയതി അവരെ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഇവരെല്ലാവരും നല്ലപോലെ പാട്ടൊക്കെ പാടുന്നു. കുറച്ച് പേർക്ക് മലയാളം മനസ്സിലാവും. കേരള സമൂഹവും ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ സംസ്കാരവുമൊക്കെ തമ്മിൽ ഗൗരവമായ അന്തരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പിഴവുകൾ അത് ഒക്കെ കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, കണ്ടോ നിൻ്റെ പിള്ളേർക്ക് നീ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ ആൾക്കാരെ എന്നൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ? എൻ്റെ വീട്ടുകാരനോട് ചോദിക്കാറുണ്ട്, നാട്ടുകാരനോട് ചോദിക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും എന്നെ ഇവരിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല, മറിച്ച് ഇതെന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാഹചര്യം മാറണം. അവരിലെ തിന്മയുടെ വാസനകൾ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള ഒരു വലിയ ചുമതലയാണ് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. കേരളത്തിലുള്ള 9-ൽ ഒരാൾ ഏകദേശം അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അപ്പം 9 കുറ്റങ്ങൾ പിടിക്കപ്പെടുന്ന 9 കുറ്റവാളികളിൽ ഒരാൾ പ്രവാസിയാണെങ്കിൽ അതിൽ അസാധാരണമായിട്ടൊന്നും നമ്മൾ കാണരുത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ ഇവരുടെ കൊച്ചു കുറ്റങ്ങൾ വളരെ വലുതായിട്ട് അവതരിപ്പിക്കുകയും എന്നാൽ മലയാളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗൗരവതരമായ പിഴവുകളെ ചെറിയൊരു കോളത്തിലാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇതൊരു നല്ലൊരു അവസരമാണ് അവരെ അല്പം കൂടി ഒന്ന് ഉജ്ജീവിപ്പിക്കാൻ, അവർക്ക് അല്പം കൂടി ഒന്ന് സ്നേഹത്തിൻ്റെ പാതയിലൂടെ ചരിക്കാൻ പ്രേരിപ്പിക്കാൻ, അല്പം കൂടി ഐക്യത്തിൽ മുന്നോട്ട് പോകാൻ, അല്പം കൂടി ഞാൻ എപ്പോഴും ഇവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളിവിടെ വന്നിരിക്കുന്നത് കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല, നമ്മളിവിടെ വന്നിരിക്കുന്നത് കള്ളു കുടിക്കാൻ വേണ്ടിയല്ല, നമ്മളിവിടെ വന്നിരിക്കുന്ന മയക്കുമരുന്ന് സംഘടിപ്പിക്കാൻ വേണ്ടിയല്ല. കാരണം ഇതൊക്കെ വളരെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് ജോലി ചെയ്യാനും അല്പം പൈസ സമ്പാദിക്കാനും അല്പം പൈസ സമ്പാദിച്ച് സ്വന്തം വീട് പടുത്തുയർത്താനും ഒക്കെ വേണ്ടിയാണ്. ഇതാണ് ഞാൻ എപ്പോഴും എൻ്റെ മീറ്റിങ്ങുകളിലും എൻ്റെ പരിപാടികളിലൊക്കെ എത്തിച്ചേരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. अभी फादर के साथ मैं 2019 से अभी काम करते आया हूँ. अभी फादर का संस्था जो सर्व सेवा संघ है उसमें मैं पहली बार 2019 से यहाँ पे आया था और अभी काफ़ी वर्ष हो गए हैं. अभी हमारा माइग्रेंट्स लोगों के साथ में आसाम से आए हुए लोग, झारखंड से, उड़ीसा से, ऐसा कुछ बहुत सारा लोग इधर पे जुड़े हैं. तो यही सब अभी हमारा फादर के साथ काम चल रहे हैं. കഴിഞ്ഞ 7 വർഷമായിട്ട് സഞ്ജിത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്. സഞ്ജിത്ത് തന്നെ ആസാമിൽ നിന്നുള്ള ആളാണ്. എൻ്റെ കൂടെ സഞ്ജിത്ത് ആസാമിൽ നിന്നുള്ള ഒരാൾ, ഒരു മലയാളി പെൺകുട്ടിയാണുള്ളത്. ഞങ്ങൾ വളരെ ചെറിയ തുടക്കമായിരുന്നു ഞങ്ങളുടേത്.
ഒരു 20 പേര് 25 പേരൊക്കെ വെച്ച് തുടങ്ങി. ഇന്നിവിടെ 100-ലധികം പേരുണ്ടായിരുന്നു. ഭരണങ്ങാനത്ത് 10-400 പേരുണ്ട്. അപ്പം ഇവന് ആണ് ഓഫീസിലെ കാര്യങ്ങൾ, ഇവരെ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സഞ്ജിത്താണ്. ഞാനെപ്പോഴും പൗരോഹിത്യ ശുശ്രൂഷയും സന്യാസി ജീവിതത്തെയൊക്കെ നോക്കിക്കാണുന്നത് നമ്മൾ മറ്റുള്ളവരെ സേവനം ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നു എന്നൊരു കാഴ്ചപ്പാടാണ്. ഈ മേഖലയിലെ വെല്ലുവിളികൾ നിരവധിയാണ്. കാരണം ടോട്ടലി അൺപ്രഡിക്റ്റബിളാണ്. അപ്പം നമുക്ക് യാതൊരു വിധത്തിലും പ്രവചിക്കാനാവാത്ത വെല്ലുവിളികളാണ് ഏതൊരു ദിവസവും നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുക. ഈ വെല്ലുവിളികളെല്ലാം നമ്മുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നതും നമ്മളെയാണ് അതിനൊരു ഉത്തരം കണ്ടെത്താൻ അവർ പ്രതീക്ഷിക്കുന്നതും. 43 വർഷം എന്നെ വളർത്തിയത് ഞാൻ അംഗമായിരിക്കുന്ന SVD സന്യാസ സമൂഹമാണ്. ഈ SVD സന്യാസ സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനവും എനിക്ക് ലഭിച്ചിട്ടുള്ള കരുതലും പ്രോത്സാഹനവും ഒക്കെയാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്രേക്ഷിത പ്രവർത്തന ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് കൊടുത്തേ മതിയാവും. നമുക്കിപ്പം ഇന്ന് ഞാൻ ഹൈറേഞ്ചിന് പോകുകയെന്ന് പറയുന്നു, അവിടെ ചെല്ലുമ്പോൾ അവരെ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ഞാൻ നേരെ ദിശ മാറി വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ധാരാളം വ്യക്തിത്വ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നെനിക്ക് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ നിലനിൽക്കുന്നെങ്കിൽ, ഇത്രയും ഊർജ്ജം എനിക്ക് ഇന്നും കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ രഹസ്യം ഒന്ന്, ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, അത് അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹോഷ്മളമായ കരങ്ങൾ. അതുകൊണ്ടാണ് പതറാതെ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നത്.